ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കൊച്ചു പയ്യൻ, അവന്റെ പേര് ജസ്പ്രീത് എന്നാണ്. പക്ഷേ നമ്മളെ ജസ്പ്രീത്തിനെ ഇതൊന്നും തോൽപ്പിച്ചില്ല എന്നുള്ളതാണ്. 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എഗ് റോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ? എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചു വിടണ്ടേ? ബെഹൻക ഷാദി. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനെന്ന് നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിനകത്തൊരു നനവ് കിനിയുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കഥയല്ല, റിയൽ സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ പേര് ജസ്പ്രീത് എന്നാണ്. ജസ്പ്രീത്തിനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അവനെ സോഷ്യൽ മീഡിയയിലൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കൊച്ചു പയ്യൻ ജോലി ചെയ്യുക എന്നുള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതൊരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം ജോലി ചെയ്യുന്ന ഒരു കൊച്ചു പയ്യനാണ് ജസ്പ്രീത്. ജസ്പ്രീത്തിന് ഒരു പെങ്ങളുണ്ട്. പെങ്ങൾക്ക് 14 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെങ്ങളുടെയും അവൻ്റെയും വിദ്യാഭ്യാസവും അവരുടെ ചെലവെല്ലാം നികത്താൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചു പയ്യൻ ജസ്പ്രീത് ജോലി ചെയ്യുന്നത്. ജസ്പ്രീത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, അവൻ അച്ഛനില്ലേ അമ്മയില്ലേ എന്നൊക്കെ. അച്ഛൻ മരിച്ചു, എന്തോ തലച്ചോറിന് എന്തോ പ്രശ്നം സംഭവിച്ച് TB എന്തോ സംഭവിച്ചിട്ട് അച്ഛൻ മരിച്ചു. അമ്മ ഈ ജീവിത പ്രാരാബ്ധങ്ങളെ നേരിടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പം അവരെ വിട്ടിട്ട് പഞ്ചാബിലേക്ക് പോയി. ജസ്പ്രീതിന്റെ ശരിക്കുള്ള നാട് പഞ്ചാബാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ജസ്പ്രീത് സിംഗ് എന്ന് പറയുമ്പോൾ അമ്മ പേര് തന്നെ പഞ്ചാബുമായി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അവന്റെ വേഷം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഞ്ചാബി കുട്ടിയാണ് നമുക്ക് എന്തായാലും കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും അമ്മ ജീവിത പ്രാരാബ്ധങ്ങൾ പേടിച്ചിട്ട് ഓടിപ്പോയി. പിന്നെ ആകെ മുന്നിലുള്ള ജസ്പ്രീത്താണ്. ജസ്പ്രീത് എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛനെ കണ്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛൻ്റെ ഉള്ളിലുള്ള കുറേ ക്വാളിറ്റീസ് കാര്യങ്ങളെല്ലാം മകന് പകർന്നു കൊടുത്തിട്ടുണ്ട്. അച്ഛനൊരു ഡ്രൈവർ ആയിരുന്നു, പിന്നെ കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ജോലിൻ്റെ ഇടയിൽ അസുഖം വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് അമ്മയും കൂടെ പോയപ്പം ജസ്പ്രീത് സത്യം പറഞ്ഞ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ അവൻ ജീവിതത്തിൽ തളരാൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാര്യം. ഒരു 10 വയസ്സായ കുട്ടി, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അവരുടെ ഇത്ര കുട്ടിത്തത്തോടു കൂടിയാണ് കാണുക. അവരുടെ മുന്നിൽ ഒരു ജീവിതത്തിന്റെ മുഴുവൻ പ്രാരാബ്ദം വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കുട്ടികൾ തളർന്നു പോകും, നമ്മൾ നടുവൊടിഞ്ഞു പോകും എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ നമ്മളെ ജസ്പ്രീത്തിനെ ഇതൊന്നും തോൽപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ജസ്പ്രീത്തിനെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവൻ ഒരു ചെറിയ ഒരു കട നടത്തുകയാണ് കേട്ടോ. എന്താ പറയുക, ഒരു സ്റ്റോളിനകത്ത് അവന് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അവിടെ ജോലിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ജസ്പ്രീത്തിനെ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന സമയത്ത് അവൻ ചട്ടിയിൽ ഒരു എഗ് റോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എഗ് റോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ചധികം മുതിർന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ സാധിക്കാത്തൊരു പണിയായിരിക്കും എഗ് റോൾ ഉണ്ടാക്കുക, അത് വിൽക്കുക എന്നൊക്കെ ഉള്ളത്. ഈ 10 വയസ്സുള്ള ഈ പയ്യൻ എഗ് റോൾ ഉണ്ടാക്കുന്നു, വേറെ കുറേ സാധനങ്ങൾ ഈ മിനി സ്റ്റോളിൽ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ്. ഇതിലൂടെയാണ് അവനും അതുപോലെ തന്നെ അവൻ്റെ പെങ്ങൾക്കുമുള്ള വിദ്യാഭ്യാസത്തിനും അതുപോലെ ബാക്കി കാര്യങ്ങൾക്കും ഉള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഇന്റർവ്യൂവർ അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അതായത് ജസ്പ്രീത് കുറച്ചധികം ഫേമസ് ആയി, ഒരു വീഡിയോ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. നമ്മുടെ ആനന്ദ് മഹീന്ദ്ര അടക്കം കണ്ടതിന് ശേഷം അദ്ദേഹം അത് വീണ്ടും റീപോസ്റ്റ് ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടീനെ കണ്ടെത്തുകയാണെങ്കിൽ അറിയിക്കണം, ഈ കുട്ടിക്ക് എല്ലാവിധ വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകളും കൊടുക്കുക എന്നൊക്കെ ആനന്ദ് മഹീന്ദ്ര ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു വിൽ പവർ. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ആയിട്ട് കാര്യമുണ്ടോ? എനിക്ക് എൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിടണ്ടേ? ബെഹൻക ഷാദി. ഇവനൊരു സംസാരിക്കുന്ന ഹിന്ദിയാണ് കേട്ടോ. തോ മേരി ബെഹൻക ഷാദി, മേരാ ബെഹൻക ഷാദി കോൻ കരേഗ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു വിടണ്ടേ? അവരുടെ കല്യാണം ആരാ നടത്തി കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു പയ്യൻ, കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇൻസ്പിറേഷൻ ആവും. അപ്പൊ എന്തായാലും നമുക്ക് ആ പയ്യനെ ആദ്യം പരിചയപ്പെടാം. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ കൊടുക്കാം, കണ്ടിട്ട് തിരിച്ചു വരാം. अच्छा, तो आपकी कौन सी क्लास में हो? मैं 6th में पढ़ता हूँ। अच्छा, तो स्कूल कब जाते हो? मैं स्कूल सुबह 7 बजे जाता हूँ, 2 बजे आता हूँ। 2 बजे आते हो। और यहाँ कब आते हो? यहाँ पे मैं शाम को आता हूँ 6 बजे। 6 बजे आते हो। कब तक रहते हो? 11 बजे तक पूजा पढ़ाना चाहते हैं। पूरा पढ़ाने जाओ। और आप कहाँ तक पढ़ना चाहते हो? पूरा। अच्छा, तो अब आपको कैसा लग रहा है जितनी भीड़ इकट्ठी हो रही है आपके पास? अच्छा लग रहा है? अच्छा, मेरे जो कजन है, बड़े भाई, वो
अच्छा, ये कब शुरू किया ये? 1-1.5 महीना हो गया। तो इसकी पढ़ाई का कैसे कर रहा है ये? वो पढ़ाई वगैरह सब അപ്പോൾ മൈഡിയസ് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എത്ര ചുണക്കുട്ടിയാണ് ജസ്പ്രീത് എന്നറിയോ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പാഠമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ മക്കൾ എന്തായിരിക്കും ഓവർ പാമ്പേർഡ് ആയിട്ട് 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കെപ്പോഴും 5 വയസ്സിന്റെ കെയറിങ് ആയിരിക്കും നമ്മൾ അപ്പോഴും അവർക്ക് കൊടുക്കുക. ആ ഒരു സമയത്താണ് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പയ്യൻ ജീവിതത്തിന്റെ പ്രാരാബ്ദം മൊത്തം ബാക്കിലെടുത്ത് വെക്കുന്നത്. അവൻ റെസ്പോൺസിബിൾ ആണ്. ജീവിതത്തിൽ അവന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അവന് പഠിക്കണം. അപ്പൊ അവന് ജോലിക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവന് സ്കൂളിൽ പോകും, അത് കഴിഞ്ഞിട്ട് ട്യൂഷന് പോകും, അത് കഴിഞ്ഞിട്ട് അവന് ഇവിടെ കച്ചവടത്തിന് വരും. ഇത് കച്ചവടത്തിന് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ ഹോംവർക്ക് ഒക്കെ എപ്പോഴാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്യും. അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും. ഹോ ജായക ഭായി എന്നാ പറയും. ഇതൊക്കെ നടക്കും, അതിൻ്റെ ഇടയിൽ നടക്കും എന്നുള്ളത്. അപ്പൊ എത്ര ലാഘവത്തോടു കൂടിയാണ് അവന് പ്രശ്നങ്ങൾ കാണുന്നത്. അതൊന്നും അവനൊരു വിഷയമേ അല്ല. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിന്നെ ആരെ പഠിപ്പിച്ചു തന്നെന്ന് നോക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അച്ഛനാണ് എന്നെ പഠിപ്പിച്ചു തന്നത്, മേര അബ്ബ, അച്ഛനാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിതെന്ന് അറിയാം. കാരണം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇതൊരു പാഠമാണ്. കാരണം നമ്മൾ പലപ്പോഴും കുട്ടികളെ ഓവർ പാമ്പർ ചെയ്ത് അവരൊന്നിനും പറ്റാത്ത ആളുകളാക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുട്ടികളൊക്കെ നമുക്കൊരു പാഠമാക്കിയിട്ട് അവരെ മുന്നിൽ കൊടുക്കണം. കോളേജിൽ പോകുന്ന സമയത്ത് ഒക്കെ അവരെ എക്സ്ട്രാ ജോലിക്കൊക്കെ പറഞ്ഞയച്ച് കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങൾ എന്താണെന്ന് അറിയാൻ, അതല്ലാന്നൊരു ഉത്തരവാദിത്ത ബോധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ ജസ്പ്രീത് എല്ലാവരുടെ മുന്നിലെ ഒരു മാതൃക. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേരായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നത് കുട്ടി നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ ഒരു ന്യൂസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് ഇതിനകത്ത് ഷെയർ ചെയ്തു, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനകം വീഡിയോ ഒക്കെ ചെയ്തു. അപ്പം ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. എനിക്കും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു ന്യൂസാണ്. നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ജസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ജസ്പ്രീത്തുകൾ നമ്മുടെ നാടിനും നാട്ടിലെ കുട്ടികൾക്കൊക്കെ പ്രചോദനമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Till then, bye. Take care.